അതിസമ്പന്നനായ ഒരാൾ ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ആ സമയത്ത് നേഴ്സ് ഡിസ്ചാർജ് ബില്ലുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. ബില്ല് വാങ്ങി നോക്കി നിന്ന് അദ്ദേഹം കരയാൻ തുടങ്ങി. ദീർഘനേരം കരഞ്ഞപ്പോൾ നേഴ്സ് ചോദിച്ചു, എന്തുപറ്റി? ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെയാകാം. അദ്ദേഹം മറുപടി പറയാണ്, ഞാൻ അതല്ല, മറ്റൊരു കാര്യം ആലോചിച്ച് കരഞ്ഞു പോയതാണ്. 2 ആഴ്ചക്കാലം ഈ ഹോസ്പിറ്റലിൽ താമസിച്ച് ചികിത്സിച്ചതിന് ഇത്രയും വലിയ തുകയാണെങ്കിൽ എനിക്കിപ്പോൾ 60 വയസ്സായി. ഇത്രയും കാലം എൻ്റെ ശരീരത്തെ കേടുകൂടാതെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ ബില്ല് എത്രയായിരിക്കും? ഇതോർത്തിട്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നാം ഉറങ്ങിക്കിടക്കുമ്പോഴും ദൈവം തമ്പുരാൻ നിരന്തരമായി ജാഗ്രതയോടെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? എങ്കിൽ നമ്മുടെ ഈ ശരീര സംരക്ഷണത്തിന് പകരമായിട്ട് എന്താണ് അവന് കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുകൂടി ചിന്തിക്കണം. ഇന്ന് ലഹരി ഉപയോഗം അമിതമായി കൊണ്ടേയിരിക്കുന്നു. അത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സാർവത്രികമാകുന്നു. ഒരു കാര്യം ആലോചിക്കണം, എൻ്റെ ഈ ശരീരം അവൻ തന്നതാണെങ്കിൽ അത് കേടുകൂടാതെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതില്ലേ? ഖുർആൻ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ദൃഷ്ടാന്തങ്ങൾ, നിങ്ങൾ ഉൾക്കാഴ്ചയോടെ കാണുന്നില്ലേ? അതിനാൽ അവൻ നൽകിയ അമാനത്തുകൾ ആകുന്ന ഈ അവയവങ്ങളും ശരീരവും കേടുകൂടാതെ തിരിച്ചു കൊടുക്കാൻ നാം സന്നദ്ധമാകേണ്ടിയിരിക്കുന്നു.